സമീപനം എന്താണെന്ന്, നിങ്ങളോട് സ്വീകരിക്കേണ്ട സമീപനം എന്താണെന്ന് പേരോട് മുസ്ലിയാരെ, കാന്തപുരം മുസ്ലിയാരെ, അപ്പുറത്തുള്ള ഏപ്പിക്കാരെ, സഹോദരങ്ങളെ, ഇനി നിങ്ങളുമായി അബ്ദുൽ ഹമീദ് ഫൈസിയുടെ ഈ ഭാഗം ഇനി സ്വീകരിക്കാൻ പോകുന്ന നയം എന്താണെന്ന് അബ്ദുൽ ഹമീദ് ഫൈസി തന്നെ പറയട്ടെ. അത് നിങ്ങൾ കേട്ടോളൂ. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുത്ത ഫത്വകൾ വായിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന ഒരൊറ്റ പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ളൂ. അതിന് മാത്രം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അവിടെ നമ്മൾ തിരിച്ചറിയുക, ഇല്ല ഇല്ല, ഇനി കാന്തപുരവുമായി അയഞ്ഞ സമീപനത്തിന്റെ പ്രശ്നമേ ഇല്ല എന്ന് ആധികാരികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി കാന്തപുരത്തിന്റെ പ്രവർത്തകന്മാർ മഹല്ലുകൾ ഉണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടാൻ ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഇന്നലെ തീരുമാനിച്ച് പിരിഞ്ഞിരിക്കുന്നത്. അന്തസ്സായി നമുക്ക് മുന്നോട്ട് പോകാം. തക്ബീർ ചൊല്ലി പാസ്സാക്കിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അതാണ് ഞാൻ നിങ്ങളോട് പറയിപ്പിച്ചതാ, പേരോട് പറയിപ്പിച്ചതാ. ഞാൻ നിങ്ങളോട് എപ്പോഴും വളരെ വിനയത്തോടു കൂടി പറയാറുണ്ട്, തുടങ്ങി വെക്കല്ല. ഇങ്ങോട്ട് നിങ്ങൾ അനാവശ്യമായി ചൊറിയല്ല. ഇങ്ങോട്ട് അനാവശ്യമായി ചൊറിഞ്ഞാൽ ആവശ്യത്തിന് ഞങ്ങൾ ആദർശം കൊണ്ടും മാന്തും. അത് ഞങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ട് അനാവശ്യ ചൊറിയലുകൾ വേണ്ട, ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ പ്രസംഗത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ കാഫിറാക്കലിന്റെ ആളുകളാണ്. ഞങ്ങളല്ല കാഫിറാക്കി